എല്ലാവർക്കും ഹോളിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT റിലീസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിൻ നായകനായ സിനിമയായിരുന്നു അയാം കാതലൻ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടു. ഗിരീഷ് ഷേഡിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ കാതലൻ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാലി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, സംഗീത, അപർണദാസ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആനന്ദ് ശ്രീബാല OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആമസോൺ പ്രൈമിലാണ് ആനന്ദ് ശ്രീബാല സർപ്രൈസ് ആയിട്ട് റിലീസായിരിക്കുന്നത്. സിനിമ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ സിനിമ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജമീലാന്റെ പൂവൻകോഴി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ബിന്ദു പണിക്കരാണ് സിനിമയിലെ നായിക. ഈ സിനിമ സൈന പ്ലേയിൽ OTT റിലീസ് ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് സൈന പ്ലേയിൽ ജമീലാന്റെ പൂവൻകോഴി എന്ന സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. പക്ഷേ സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത വീക്കിലാണ് ബറോസിന്റെ OTT റിലീസ്. അതായത് ജനുവരി 24-ന് ബറോസ് ഹോട്ട്സ്റ്റാറിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഹിസാബ് ബറാബർ എന്ന സിനിമയെക്കുറിച്ചാണ്. മാധവാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ C5-ൽ അടുത്ത വീക്ക് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപ് നായകനായ സിനിമയായിരുന്നു ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമ ഇറങ്ങി കുറേ നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. തമനിയാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിൽ സർപ്രൈസായിട്ട് ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ OTT റിലീസ് ചെയ്യും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-നായിരിക്കും ബാന്ദ്ര സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലി, അനശ്വര രാജനാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് രേഖാചിത്രത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരിയിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭാവന നായികയെ സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിൽ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. തിയേറ്ററുകളിൽ സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 5-ന് OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.